അതേപ്പറ്റി ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതേപ്പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പറഞ്ഞു. മൂന്നാം തവണയും പിണറായി സർക്കാർ, മൂന്നാം സമയം ഇടതുപക്ഷ മുന്നണി സർക്കാർ വരുന്നതിനുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത്. അത് വിജയിച്ചാൽ വരും. അങ്ങനെ വരുമ്പോൾ പാർട്ടി തീരുമാനിക്കുകയാണ് മൂന്നാമതും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവണം തീരുമാനിക്കുകയാണെങ്കിൽ ഞാനതിനെ സ്വാഗതം ചെയ്യും. ഞാൻ അങ്ങനെയാണ് തീരുമാനിക്കുകയാണെങ്കിൽ സ്വാഗതം ചെയ്യും. അതറിയില്ല, അതിനെപ്പറ്റി ഒന്നും കേട്ടില്ല. പാർട്ടിയിലെ സ്ഥാനങ്ങൾക്കാണ് പാർട്ടിയിലെ സ്ഥാനങ്ങളാണ് 75 വയസ്സ്. പാർലമെന്റ് സ്ഥാനങ്ങൾക്ക് ആ വയസ്സ് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ 2 ടേമെന്ന് പറഞ്ഞിട്ടുണ്ട്. 75 പകരം അതിനവിടെ 2 ടേമാണ്. പാർട്ടിയിൽ 3 ടേമാണ്. അപ്പോൾ അവിടെയാണ് 75 വയസ്സ് പാർട്ടി സ്ഥാനങ്ങൾക്കാണ്. ഇത് പാർട്ടിക്ക് എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം. ഇതൊന്നും ഭരണഘടനയിലുള്ളതല്ലല്ലോ, പാർട്ടി ഉണ്ടാക്കുന്ന ചട്ടങ്ങളാണ്. അതിന് അധികാരമുണ്ട്. പ്രായപരിധി കഴിഞ്ഞ് മാറ്റി നിർത്തുന്ന ആളുകൾക്ക് വേറെ ഉത്തരവാദിത്തങ്ങൾ നൽകുമെന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അതെ, പാർട്ടി സെക്രട്ടറി പറയുന്നത് വിശ്വസിക്കുക, എപ്പോഴെങ്കിലും നൽകുമായിരിക്കും. നൽകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം 60 വർഷം പ്രവർത്തിച്ചല്ലേ, പോരെ, അത് പോരെ. ഇപ്പോഴും പോകുന്ന എല്ലാ സമ്മേളനങ്ങളിലും പാർട്ടിയുടെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും പറയുന്നത്. ഞാനല്ലാതെ ആരും ജില്ലയിൽ പറയുന്നില്ലല്ലോ. അത് മനസ്സിലാകാത്ത പത്രലേഖകന്മാർ വളച്ചു കെട്ടി പറയുന്നുണ്ട്. അവർക്കറിയാത്തതുകൊണ്ടാണ്. അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പാർട്ടിയിൽ തന്നെ പലർക്കും ഇത് മനസ്സിലാവുന്നില്ലേ, പിന്നെ പാർട്ടിക്ക് വെളിയിൽ മനസ്സിലാവും. കുറച്ചുപേര് പുതിയ തലമുറയിലുണ്ടല്ലോ ഇതൊക്കെ മനസ്സിലാവാത്തവര്. അവരിതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആരെയും കളയാനല്ല, തിരുത്തേണ്ടവര്. ശേഷി ഒരു മാനദണ്ഡമാക്കുകയും പ്രായത്തിനപ്പുറത്തേക്ക് അവരുടെ ശേഷി ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതല്ലേ പാർട്ടി? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രായമല്ലാത്യന്തികമായിട്ടുള്ളത് കർമ്മശേഷിയും രാഷ്ട്രീയ ബോധവുമാണ്. പക്ഷെ ഒരു മാനദണ്ഡം പാർട്ടി സ്ഥാനങ്ങൾ വഹിക്കാൻ തീരുമാനിച്ചു 75. അത് അംഗീകരിച്ച് ആറ്റം തന്നെ എഴുതി കൊടുത്തെന്നും പറഞ്ഞു. അതുകൊണ്ട് അവരിനി ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയാൻ പറ്റുമോ? പാർട്ടിയുടെ കമ്മിറ്റികളിലേക്ക് എടുക്കേണ്ടതെന്നല്ലേ ഉള്ളൂ. അത് വേണ്ട, പുതിയ ആൾക്കാരെ എടുത്തോട്ടെ, എന്നിട്ട് അവരുടെ പ്രവർത്തനം പരിശോധിക്കട്ടെ. പക്ഷെ അവരെ ഒന്നിനും കൊള്ളാമില്ല എന്ന് പറയാൻ ഒക്കത്തില്ല. അവർ വേറെ ഈ രാജ്യത്ത് നാട്ടുകാർ മുഴുവൻ വിളിച്ച് പൊതുവേദികളിൽ ഇരുത്തുക. പാർട്ടി വേദി അല്ലെന്നേ ഉള്ളൂ. പാർട്ടിക്കാർ തന്നെ വിളിച്ച് പൊതുവേദിയുണ്ട്, ലൈബ്രറി ഉണ്ട്, സെമിനാറുകളുണ്ട്, എന്തെല്ലാം ഉണ്ട്. അവിടെ എല്ലാം വിളിച്ചു കൊള്ളില്ല. പാർട്ടി സമ്മേളനം നടക്കുന്ന സമയത്ത് ചർച്ചയാവുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒന്നാണ് പാർട്ടി അംഗങ്ങളുടെ മദ്യപാനം, പാർട്ടി പ്രവർത്തകരുടെ ബാർ നടത്തിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ. ശരിക്കും ഇക്കാര്യത്തിൽ ഒരു മാക്സിമം നിലപാടാണോ പാർട്ടി ഇപ്പോഴും സ്വീകരിക്കുന്നത്? അതെ, സെക്രട്ടറി ഗോവിന്ദമാഷ് പറഞ്ഞല്ലോ, മദ്യപിക്കുന്നവർ പാർട്ടിയിൽ തുടരില്ല, പാർട്ടി മെമ്പർമാർ മദ്യപിച്ചുകൂടാ. ഭരണഘടനയിലുണ്ട്. ഞാനത് പണ്ട് പോലെ പ്രസംഗിക്കുന്നതാണ്. ഞാനിവിടെയൊക്കെ ഒരുപാട് പാർട്ടിയുടെ ചില പ്രധാന സഹാക്കൾ തന്നെ മദ്യപിക്കുന്നതായിട്ട് കാണുന്നതുകൊണ്ടാണ് ഞാനത് പേര് പറയാതെ പ്രസംഗിച്ചത്. അത് ഗോവിന്ദമാഷ് പാർട്ടി ഭരണഘടനയിൽ അങ്ങനെ ഉണ്ട്, അത് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. ബാറിന്റെ കാര്യമൊന്നും പാർട്ടി ഭരണഘടനയിലില്ല. മദ്യപിക്കരുതെന്ന് ഭരണഘടനയിലുണ്ടെന്ന്. മദ്യപിക്കുന്നവരെ പുറത്താക്കണമെന്നുണ്ട്. അത് ഗോവിന്ദമാഷ് പറഞ്ഞു. ഞാനത് നേരത്തെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ബാർ നടത്തണോ വേണ്ട എന്നൊന്നും പാർട്ടി ഭരണഘടന പറഞ്ഞിട്ടില്ല. അത് പാർട്ടിക്ക് തീരുമാനിക്കും. അത് ബാർ നടത്തുന്ന ആലപ്പുഴ ജില്ലയിൽ ആരാ ബാർ നടത്തുന്നത്? ആലപ്പുഴ ജില്ലയിൽ 40-45 പാർട്ടി മെമ്പേഴ്സില്ല. ബാർ നടത്തുന്ന ആരുണ്ട്? എന്റെ അറിവിൽ ആരുമില്ല. എന്റെ നേരിട്ട് അറിവിൽ പ്രധാനപ്പെട്ട ആരുമില്ല. എനിക്കറിയില്ല, കാര്യമായിട്ട് ആരുമില്ല. പിന്നെ ബാർ നടത്തുന്നത് എത്ര പേരുണ്ടാവും? അത് നടത്തണോ വേണ്ട എന്നൊക്കെ ഉള്ളത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. ഞാനിപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നത്. പാർട്ടി മെമ്പർമാർ മദ്യപിക്കാൻ പാടില്ല, അത് ഉറച്ചിരിക്കുകയാണ്. അത് തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ഞങ്ങളെല്ലാം പറയുന്നത്. നവകേരളത്തെ കുറിച്ചൊരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ പോവുകയാണ് ഈ പാർട്ടി സമ്മേളനം. അല്ല, പുതിയ കാഴ്ചപ്പാടല്ല. കഴിഞ്ഞ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചതാണത്. ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. ചർച്ച ചെയ്തിട്ടാണ് അത് അംഗീകരിച്ചത്. അത് എത്രമാത്രം നടപ്പിലാക്കിയെന്നുള്ളത് അവരവിടെ പരിശോധിക്കുന്നുണ്ടാവും. അതിലെന്തെങ്കിലും കൂട്ടിച്ചർച്ചകളോ ഭേദഗതികളോ ഒക്കെ വേണമെങ്കിൽ അവർ കൊണ്ടുവരട്ടെ. അതിനല്ലേ അവിടെ ആളുകളെ അയച്ചിരിക്കുന്നത് കൊല്ലത്തേക്ക്. അവർ ചെയ്യട്ടെ, ഞാനല്ലല്ലോ ചെയ്യണ്ടേ. ഇങ്ങനൊരു രേഖ ചർച്ച ചെയ്യുന്ന കാലത്ത് പലതരത്തിലൊരു നയവ്യതിയാനം പാർട്ടിക്ക് സംഭവിക്കുന്നില്ല. ഇപ്പൊ റോഡിൽ ടോള് വരുന്നു, അല്ല, നവകേരള സൃഷ്ടിക്കുള്ള രേഖ തയ്യാറാക്കുന്നതുകൊണ്ട് വ്യതിയാനം എങ്ങനെ വരിക? നവകേരളമല്ലേ ഉണ്ട്. പുതിയ കേരളം എന്നും പുതുക്കി പണിയണ്ടേ. അത് വ്യതിയാനം ഉണ്ടാവില്ലല്ലോ. റോഡുകൾക്ക് യൂസർ ഫീ വരുന്നു, സ്വകാര്യ സർവകലാശാല വരുന്നു. അതേപ്പറ്റിയൊക്കെ പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതേപ്പറ്റി കൂടുതൽ പറയാനില്ല. എന്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ഗവൺമെന്റ് അടുത്ത തീരുമാനം. അതെ, ക്യാമ്പസ് ഒരു വെളിയിലല്ല, ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. നട്ടുച്ചക്കൊക്കെ കല്ലിങ്ങിന്റെ മേലിരുന്ന് മദ്യപിക്കുന്നതാണ്. അതെ, ഇത് എവിടെ നിന്ന് വരുന്നു കണ്ടുപിടിക്കണം.
ഇത് എവിടുന്നെങ്കിലും വരാതെ പറ്റുമോ? അത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണോ? ഇതൊക്കെ കണ്ടുപിടിക്കാൻ എന്താ വിഷമം? പോലീസില്ലേ ഇവിടെ? രഹസ്യ പോലീസില്ലേ? ശക്തമായ യുവജന പ്രസ്ഥാനങ്ങളില്ലേ? അവരെയൊക്കെ ഉപയോഗിക്കണം, അവർ ആക്റ്റീവ് ആവണം. ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട അവരുടെ ജോലിയാണ്. അവരുടെ പരിപാടികളുണ്ട്. യുവജന പ്രസ്ഥാനങ്ങളുടെ എല്ലാം പരിപാടിക്കകത്ത് മയക്കുമരുന്നിനെതിരെ പോരാടണമെന്നുണ്ട്. ഞങ്ങൾ KSYF ഉള്ള കാലം പോലെ അതുണ്ട്, അതിപ്പോഴും ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് പോരാടണം. നാട് ഉണരണം. ഉണരുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും, വളരെ ചുരുങ്ങും.